വദന്തി സീസൺ 2 ഇന്നലെ റിലീസായി പ്രൈം വീഡിയോയിൽ. അതിൻ്റെ സീസൺ 1 ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എസ് ജെ സൂര്യ അഭിനയിച്ച, അത് കോവിഡൊക്കെ കഴിഞ്ഞ സമയത്ത് 2021 ലാസ്റ്റ് അല്ലെങ്കിൽ 22-ലായിരിക്കും ഇറങ്ങിയിട്ടുണ്ടായിരിക്കുക. ഞാനത് അന്ന് കണ്ടതാണ്. എനിക്കത് ഭയങ്കരമായിട്ട് വർക്കായതാണ്. ഞാനത് ഇറങ്ങിയ സ്പോട്ടിൽ തന്നെ കണ്ടായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നിട്ട് റിവ്യൂസ് നോക്കിയപ്പോൾ പക്ഷേ പലരും സ്ലോ ആണെന്നൊക്കെ, നല്ലതാണ് പക്ഷേ സ്ലോ ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടു. എനിക്ക് സീസൺ 1 ആണേ, പക്ഷേ എനിക്കത് ഒരിടത്തു പോലും സ്ലോ ആയിട്ട് തോന്നില്ല. എനിക്ക് ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടും എനിക്ക് അതുപോലെ തന്നെ ഭയങ്കര ഒരു മറ്റേ സഞ്ജനയൊക്കെ മെയിൻ ആയത് അതിലൂടെയാണ്. അപ്പം ആ ഒരു ക്യാരക്ടറോട്, വെലോണി എന്ന് പറയുന്ന ക്യാരക്ടറോട് എനിക്ക് ഭയങ്കര ഒരു വിഷമവും നമുക്കൊരു ഒരു സഹതാപവും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ദ ഫേബിൾ ഓഫ് വെലോണി എന്നാണ് വദന്തി സീസൺ 1ന്റെ പേര്. ഇതിന്റെ പേര് വദന്തി സീസൺ 2 ദ ക്യൂരിയസ് കേസ് ഓഫ് മണി. മണിയുടെ ജീവിതവും അതുപോലെ തന്നെ റാസ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ. ഇതിൽ എസ് ജെ സൂര്യ അല്ല, ഇതിൽ ഓരോ കേസുകളാണല്ലോ. അപ്പോൾ ഇതിൽ ശശികുമാറാണ് കേസ് അന്വേഷിക്കുന്നത്. പിന്നെ ഒരു ലോഡ് മലയാളികൾ, ഒരു ലോഡ്, എവിടെ തിരിഞ്ഞാലും മലയാളികൾ, എവിടെ തിരിഞ്ഞാലും. അതിൽ തന്നെ മലയാളത്തിലെ മെയിൻ രണ്ട് നായികമായിട്ടുള്ള അപർണ ദാസ് ഉണ്ട്, അതുപോലെ തന്നെ അനഘയുണ്ട്, ഭീഷ്മപർവ്വത്തിലൊക്കെ അനഘയുണ്ട്. പിന്നെ മലയാളി അല്ലായിരിക്കും പക്ഷേ രേവതിയിലെ തലവരയിലൊക്കെ അഭിനയിച്ച് രേവതി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ, ഗ്രാൻഡ് മാസ്റ്ററിലെ വില്ലൻ അർജുൻ ഈ സിനിമയിൽ CCL-ലൊക്കെ കളിക്കുന്ന പുള്ളി ഇതിൽ ഒരു മെയിൻ റോളുണ്ട്. ഒരുപാട്, പിന്നെ കുറേ പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗീതി സംഗീതം അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് മലയാളികളുണ്ട്. പിന്നെ ഇതിൽ ഈ അനഘയൊക്കെ മലയാളിയായിട്ട് തന്നെയാണ്, അനഘയും അർജുനും മലയാളി കപ്പിളായിട്ട് തന്നെയാണ്. അപ്പോൾ ശശികുമാർ ഇവരോട് സംസാരിക്കുന്ന സീനിൽ എനിക്ക് മലയാളം അറിയാമെന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ മലയാളമാണ് സംസാരിക്കുന്നത്. അപ്പോൾ 8 എപ്പിസോഡാണ് ഈ സീരീസ് ഉള്ളത്. ഓരോ എപ്പിസോഡും കറക്റ്റ് 40 മിനിറ്റ് വെച്ചിട്ട്, ലാസ്റ്റ് എപ്പിസോഡ് മാത്രം 50 മിനിറ്റും. അപ്പോൾ അത്രയും ആ ഒരു ഡ്യൂറേഷനാണ്. അപ്പം ഒരു പെട്ടെന്ന് തന്നെ ഒരു ബിഞ്ച് വാച്ചായിട്ട് തന്നെ കണ്ടു തീർക്കാം നമുക്ക് സമയമുണ്ടെങ്കിൽ. പക്ഷേ ഇത് സീസൺ 1 പോലെ അത്ര ഫാസ്റ്റ് അല്ല, അത്യാവശ്യം സ്ലോ ആണ്. ഇപ്പോൾ ഫസ്റ്റ് 2 എപ്പിസോഡ് എനിക്ക് വർക്കായിരുന്നു. ഈ കേസ് നടക്കുന്നു, ഒരു രസമുള്ള കേസാണ് അത് നടക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ മണിയുടെ ജീവിതം കാണിക്കുന്നു. പക്ഷേ ഒരു 3rd എപ്പിസോഡ് കൂട്ടി ഇത് ഭയങ്കര റിപ്പീറ്റായിട്ട് എനിക്ക് തോന്നി. ഇവർ പല സ്ഥലത്തും ഈ എപ്പിസോഡ് 1-ലും 2-ലും ഈ ബാക്കി എപ്പിസോഡുകൾ വരുന്ന ഗ്ലിംസ് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതേ കാര്യങ്ങൾ പിന്നത്തെ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി അത് കണ്ടു, ഇതിങ്ങനെ ആയിരിക്കും നടക്കുന്നത്, അതിനൊരു ഗ്ലിംസ് നമ്മൾ കണ്ടു. പിന്നെ അത് ഫുള്ളായിട്ട് കാണുന്നതിൻ്റെ ഒരു മടുപ്പുണ്ടായിരുന്നു. നല്ല ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒരു ആശ്വാസമായത് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ പാട്ടുകൾ വരുന്നുണ്ട്. 2 പാട്ടുകളുണ്ട്. ആ 2 പാട്ട് 1 മിനിറ്റ് 1.5 മിനിറ്റുള്ള പാട്ടാണ്. രസമുള്ള 2 പാട്ടുകളായിരുന്നു വരുന്നത്. ഇങ്ങനെ പാട്ടിന് വേണ്ടിയുള്ള പാട്ടല്ല, ഒരു മൊണ്ടാഷായിട്ട് വരുന്നതാണ്, കഥ നടക്കുന്നതിൻ്റെ കൂടെ വരുന്നതായിട്ട് രസമുള്ള പാട്ടുകളായിരുന്നു. പെർഫോമൻസസിലേക്ക് വരുവാണെങ്കിൽ ശശികുമാർ എനിക്ക് പുള്ളി എനിക്ക് പൊതുവെ അത്ര താല്പര്യമുള്ള ഒരു ആക്ടർ അല്ല. കാരണം താല്പര്യമെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളിയുടെ അഭിനയം എനിക്ക് പല സിനിമകളിലും ഒരേ അഭിനയമായിട്ട്, ഒരു പുതുമയുള്ള അഭിനയമായിട്ട് തോന്നാറില്ല. ഇതിലും അതേ മീറ്റർ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. പുള്ളി താടി വടിക്കാറില്ലല്ലോ, അറിയാമല്ലോ. അപ്പം അതിനുള്ളൊരു ആ ഒരു സ്പെഷ്യൽ ഒരു കേസൊക്കെ അതിനു വേണ്ടി തന്നെ കാണിക്കുന്നുണ്ട് ഈ സിനിമയിൽ. അതൊക്കെ ഇങ്ങനെ എന്തായാലും ഉള്ളതായിരിക്കുമല്ലോ, അതാണല്ലോ ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ എനിക്കതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതൊരു പുതിയ അറിവായിരുന്നു. അങ്ങനെ മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥർക്ക് താടി വടിക്കണ്ട, ഷേവ് ചെയ്യണ്ട എന്നൊരിതുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ലോ 1950-കളിലോ 60-കളിലോ എന്തോ വന്നായിട്ട് ഈ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ വേറെ ചില അറിവുകൾ കിട്ടി. പക്ഷേ അതല്ല നമ്മളൊരു സീരീസ് കാണുന്നത്, ഞാൻ കാണുന്നത് അറിവിന് വേണ്ടിയിട്ടല്ല, എൻ്റർടൈൻ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം സീസൺ 1 പോലെ ഈ ഇങ്ങനത്തെ ഒരു ക്രൈം ഡ്രാമയിൽ നമുക്ക് 2 കാരണങ്ങളാണ് എൻ്റർടൈൻമെൻറ്റ്. ഒന്ന്, ഒരു ത്രില്ലിങ് ക്യൂരിയോസിറ്റി ഫാക്ടർ, ആരാണ് അല്ലെങ്കിൽ എന്തിനാണെന്ന് അറിയാനുള്ള. 2, നമുക്ക് ആ ഒരു ഇമോഷണലി നമ്മൾ കണക്റ്റ് ആവുന്ന ഒരു എൻഗേജിങ് ഇതുണ്ടല്ലോ. ഇതിൽ ആ ഇമോഷണൽ കണക്ഷൻ തീരെ തോന്നിയില്ല. തീരെ എന്ന് വെച്ചാൽ ഒട്ടും തന്നെ തോന്നിയില്ല. ക്രൈമിലേക്ക് വരുമ്പോഴത്തേക്ക് ഫസ്റ്റത്തെ 2 എപ്പിസോഡ് രസമായിരുന്നു. പക്ഷേ 3, 4, 5, 6 കംപ്ലീറ്റ് ഡൗൺ ആയി. പക്ഷേ 7ാമത്തെ എപ്പിസോഡിൽ ഇവരൊരു സാധനം ഇടുന്നുണ്ട്. അവിടെ തൊട്ടൊരു ചെറിയ ക്യൂരിയോസിറ്റിയും, ഞാൻ രാത്രിയിലാണ് കണ്ടത്, അപ്പോൾ എനിക്കൊരു ചെറിയ തരിപ്പൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. രസമുണ്ടല്ലോ, ഒരു ത്രില്ലിങ് സംഭവമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം കൊള്ളായിരുന്നു. ക്ലൈമാക്സ് ഒരു യൂഷ്വൽ ടിപ്പിക്കൽ ക്ലൈമാക്സ് ആണ്, ഭയങ്കര അടിപൊളി എന്ന് പറയാനില്ല. അപ്പോൾ സീരീസ് അല്ലേ, എന്തായാലും ഇതിൻ്റെ സീസൺ 1 കണ്ടവർക്ക് ഈ സീസൺ 2 ഇഷ്ടപ്പെടും. ആ ഒരു ലെവലില്ല. സീസൺ 1-നെ കമ്പയർ ചെയ്യുമ്പം 1 അതിൻ്റെ ഒരു തട്ട് നമ്മളൊരു 100-ൽ ഇട്ടാൽ, ഇത് ഒരു എക്സാമ്പിളാണ്, ഒരു 100-ൽ ഇട്ടാൽ ഇതൊരു 70, ആ ഒരു ലെവൽ. അതിലും മോശമാക്കിയിട്ടില്ല. ആ ഒരു ഇത് അപ്പോൾ കുറേ സ്ലോ ആയതും ഒരുപാട് റിപ്പീറ്റേറ്റീവ് സീൻസ് ഉള്ളതും, ഒരു 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 സോള് കഴിഞ്ഞതിൽ നമുക്ക് വെലോണിയോട് നമുക്ക് തോന്നുന്ന ആ ഒരു സിമ്പതി, അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ഒരു ദയ എന്നൊരു സാധനം പുള്ളിക്കാരോട് തോന്നുന്നത് ഇതിൽ മണിയോട് നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. അതൊരു വലിയ ഈ വദന്തിയുടെ അർത്ഥം തന്നെ ഈ നാട്ടുകാർ കറക്റ്റ് മീനിങ് എനിക്ക് മറ്റേ ബ്രീഫായി അങ്ങനെ ക്വിക്കായിട്ട് പറയുന്നില്ല, പക്ഷേ മനസ്സിലാക്കിയത് വെച്ചിട്ട് അത് ഈ ആൾക്കാർ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കുന്നതും, ഈ വദന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാട്ടിലിങ്ങനെ ആൾക്കാരിങ്ങനെ വദന്തി പറഞ്ഞു വരുത്തും, നമ്മളിങ്ങനെ കള്ളക്കഥ പറഞ്ഞു വരുത്തും എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ തന്നെ, അതായത് നമ്മളിവിടെ മറ്റേ കളിയാക്കി പറയുന്ന പോലെ നമ്മൾ കുറ്റം പറയുന്നു, പരദൂഷണം പറയുന്നു. പരദൂഷണം എന്ന് നമ്മൾ പറയില്ല, പരദൂഷണത്തിൻ്റെ ഒരു സാധനമാണ് ഈ വദന്തി.
വദന്തി പറഞ്ഞ് പരത്തുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഈ മണിയോട് ആ ഒരു മറ്റേതിൽ നമുക്ക് വെലോണിനോട് തോന്നുന്നൊരു ഫീല് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷണൽ കണക്ഷനും ഡിപ്പായിട്ട് ഫീൽ ചെയ്തില്ല. അതൊരു നെഗറ്റീവായിട്ട് തോന്നി. പക്ഷെ അകത്തൊക്കെ സീസൺ 1 കണ്ടവർക്ക് ഒരു മോശം ഇതല്ല ഈ സീസൺ 2. സീസൺ 3 വരട്ടെ, പുതിയ കേസും പുതിയ ഉദ്യോഗസ്ഥനൊക്കെ ആയിട്ട് സീസൺ 3 വരട്ടെ. അല്ലെങ്കിൽ ശശികുമാറും എസ് ജെ സൂര്യ മിസ് ചെയ്തു. പുള്ളി തന്നെ മതിയായിരുന്നു. പുള്ളി തന്നെ ഒരു പുതിയ കേസ് അന്വേഷിക്കുന്നതായിട്ട് മതിയായിരുന്നു. മറ്റേ കേസ് അവിടെ കഴിഞ്ഞു, പക്ഷെ പുതിയൊരു കേസ് പുള്ളി തന്നെ അന്വേഷിക്കുന്നത് മതിയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇനിയും ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു സീസൺ 3 ആയാലും വരട്ടെ. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം, സീസൺ 1 കാണാതെ ഈ സീസൺ 2 കാണാം, ഒരു കുഴപ്പമില്ല. 1 മറ്റേ എസ് ജെ സൂര്യയുടെ കൂടെ ഉള്ള പോലീസുകാരൻ ഇതിൽ ശശികുമാറിനോട് ഉണ്ടെന്നുള്ളതല്ലാതെ അതും കഥയൊന്നും ഒരു ബന്ധമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെലോണിയുടെ കാര്യങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഈ കേസുമായിട്ടല്ല, ചുമ്മാ പോലീസുകാരൊക്കെ സാറല്ലേ ആ കേസ് അന്വേഷിച്ചത്, സാറല്ലേ വെലോണിയുടെ കേസ് അന്വേഷിച്ചെന്ന് പറയും. അത്രേ ഉള്ളൂ. അല്ലാതെ സീസൺ 1 കാണാതെ ധൈര്യമായിട്ട് സീസൺ 2 കണ്ടോ, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് 1 കണ്ടാലും മതി. പക്ഷേ ഇതിനേക്കാളും ഫാർ ബെറ്റർ സീസൺ 1 തന്നെയാണ്. അപ്പോൾ സീരീസ് ആയതുകൊണ്ട് തന്നെ റേറ്റിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കാണാത്തവർ സീസൺ 1 കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണൂ. ഇനി തീരെ സ്ലോ പേസ് പരിപാടികൾ വർക്കല്ല എങ്കിൽ സ്കിപ്പ് ആക്കിക്കോ.